പുളിയാറില. അപ്പോൾ പുളിയാറില എന്ന് പറയുമ്പോൾ തന്നെ ഇത് കണ്ട, ഇതിൻ്റെ ഒരു പ്രത്യേകത, ഇതിൽ ഒരു 6 ഇല, 2 ഇല കൂടിയിട്ട് 6, പിന്നെ ഇതിനൊരു പുളിയുടെ രസവുമാണ്. അപ്പോൾ രണ്ടും കൂടെ കൂട്ടിയിട്ടാണ് ഇതിനെ പുളിയാറില എന്ന് പറയണത്. ഇത് ചെറിയ ചെടിയാണെന്നൊന്നും വിചാരിക്കേണ്ട കേട്ടോ, ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ചെടിയാണ്. പ്രധാനമായിട്ടും വയറ് സംബന്ധമായ പ്രശ്നങ്ങൾക്കാണ് പുളിയാറില ഉപയോഗിക്കുന്നത്. അപ്പോൾ വായ്പുണ്ണൊക്കെ ഉള്ളവർക്ക് ഈ പുളിയാറില കുറച്ചെടുത്തിട്ട് മോരിൽ അരച്ച് ചേർത്ത് കഴിച്ചു കഴിഞ്ഞാൽ ഒരാഴ്ച കഴിച്ചാൽ തന്നെ വായ്പുണ്ണൊക്കെ മാറിക്കിട്ടും. അതേപോലെ വയറിൻ്റെ പ്രശ്നങ്ങൾ, സ്കിന്നിൻ്റെ പ്രശ്നങ്ങൾ, ഓർമ്മക്കുറവ്, തലവേദന, അങ്ങനെ നിരവധി പ്രശ്നങ്ങൾക്കാണ് പുളിയാറില നമ്മൾ ഉപയോഗിക്കണത്. നമുക്ക് പുളിയാറില നമുക്ക് വെള്ളം തിളപ്പിച്ച് കുടിക്കുക. അതേപോലെ തന്നെ പുളിയാറില നമുക്ക് ചമ്മന്തി അരച്ച് കഴിക്കുക, കറികളിൽ ചേർക്കുക. നമുക്ക് കറികൾക്കൊക്കെ ടേസ്റ്റ് കൂട്ടുകയും ചെയ്യും പുളിയാറിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ. അപ്പോൾ നമുക്കിത് ഉപയോഗിക്കാനായിട്ട് എളുപ്പമാണ്, പിന്നെ ഇത് വളർത്താനും എളുപ്പമാണ് കേട്ടോ. കണ്ട, ഇതേപോലെയാണ് ഇതിൻ്റെ ചെടികൾ ഇരിക്കുന്നത്. ഇതിനൊരു മഞ്ഞ പൂക്കളൊക്കെ ഉണ്ടാവും. കണ്ട, ഇതിൻ്റെ കായാണ് ഈ കാണുന്നത്. കണ്ട, അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഈ ചെറിയ ചെടിയാണെങ്കിലും ഔഷധ ഗുണങ്ങളുടെ കാര്യത്തിൽ ഭയങ്കര ഏറ്റവും ഗുണം കൂടിയ ഒരു ചെടിയാണ് ഈ പുളിയാറില. നമുക്ക് ഇതേപോലെ ചെടിച്ചട്ടിയിൽ വളർത്താം. നമുക്ക് ഹാങ്ങിങ് ബോട്ടിലൊക്കെ ഇടാം കേട്ടോ. ഹാങ്ങിങ് ബോട്ടിലൊക്കെ ഇടുമ്പോൾ ഇങ്ങനെ നീളത്തിൽ വളരുമ്പോൾ നല്ല ഭംഗിയാണ്, നമുക്ക് ഉപയോഗിക്കാനായിട്ട് എടുക്കുകയും ചെയ്യാം. അതേപോലെ തന്നെ നമുക്ക് വെർട്ടിക്കൽ ഗാർഡനിൽ വളർത്താം. കാണാൻ നല്ലൊരു ഭംഗി ഉള്ള ചെടി തന്നെയാണ് ഈ പുളിയാറില. കണ്ട, അപ്പോൾ നമ്മുടെ വീട്ടിൽ അത്യാവശ്യമായിട്ട് വച്ചുപിടിപ്പിക്കേണ്ട ഒരു ഔഷധ ചെടിയാണ് പുളിയാറില. ഒരുപാട് അസുഖങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്നതാണ് ഈ പുളിയാറില എന്ന് പറഞ്ഞാൽ. അപ്പം ഇതിൻ്റെ നടീൽ രീതി എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് ഇതേപോലത്തെ കമ്പ് ഒരു കട്ടിങ്സ് നട്ട് നമുക്ക് പിടിപ്പിക്കേണ്ട ചെടിയാണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ കട്ടിങ്സ് എടുക്കുക, പിന്നെ ചാണകപ്പൊടി മണ്ണൊക്കെ ഇട്ട മണ്ണിൽ നട്ട് കൊടുക്കുക. പിന്നെ വെള്ളക്കെട്ടുള്ള സ്ഥലത്ത് പുളിയാറില വളരില്ല, വെള്ളക്കെട്ടില്ലാത്ത ഏത് സ്ഥലത്ത് നമുക്ക് വളർത്താൻ പറ്റിയതാണ്. പിന്നെ പ്രത്യേകിച്ച് പരിചരണങ്ങളൊന്നും വേണ്ട, നമ്മൾ വേനൽക്കാലത്ത് നനച്ചു കൊടുക്കണം. പെട്ടെന്ന് വാടിപ്പോണ ചെടിയാണ് പുളിയാറില. അപ്പം വേനൽക്കാലത്ത് നമ്മൾ നനച്ചു കൊടുക്കാൻ വേണ്ടി പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. വേറെ പ്രത്യേകിച്ച് പരിചരണങ്ങളൊന്നും വേണ്ട, നമുക്ക് എളുപ്പത്തിൽ നട്ടു വളർത്താൻ പറ്റിയതാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഒരു പുളിയാറില എന്തായാലും നമ്മൾ ഒരുപാട് ചെടികൾ നട്ട് വളർത്തുന്നതാണല്ലോ. അപ്പോൾ നമുക്ക് ഒരു പുളിയാറിലയും കൂടി നമ്മുടെ വീട്ടിൽ വെച്ച് പിടിപ്പിക്കണം. അപ്പോൾ ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ളതാണല്ലോ. ഇപ്പോൾ ഈ ഒരുപാട് വൈറ്റമിൻ സി ഒക്കെ അടങ്ങിയിരിക്കണോണ്ട് തന്നെ സ്കർവി പോലുള്ള അസുഖങ്ങൾക്കൊക്കെ നല്ലതാണ്. പിന്നെ മൂലക്കുരുവിന് ഏറ്റവും നല്ലതാണ് കേട്ടോ പുളിയാറില. അപ്പം അതെങ്ങനെയാണ് കഴിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മോരിൽ ഇത് സമൂലം, ഇതിൻ്റെ വേരും മേലെയും തണ്ടുമൊക്കെ കൂടി എടുത്തിട്ട് അരച്ചിട്ട് മോരിൽ കലക്കി കുടിച്ചാൽ മതി. പിന്നെ അരിമ്പാറൊക്കെ ഏറ്റവും നല്ലതാണ് കേട്ടോ. അപ്പോൾ അരിമ്പാറൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ പുളിയാറിലും ഉള്ളിയും കൂടി അരച്ചിട്ട് അരിമ്പാറ ഉള്ള ഭാഗത്ത് ഇട്ടാൽ മതി. അപ്പോൾ ഒരുപാട് ഗുണങ്ങളുള്ളൊരു പുളിയാറില നിങ്ങൾ വീട്ടിൽ വളർത്താണ്ടിരിക്കരുത്, എല്ലാവരും പുളിയാറിലൊക്കെ വെച്ച്. അപ്പോൾ തൊണ്ടവേദനക്കൊക്കെ നല്ലതാണ് കേട്ടോ പുളിയാറില. തൊണ്ടവേദനക്ക് ഇൻഫെക്ഷനൊക്കെ വരുമ്പോൾ നമുക്ക് പുളിയാറിലിട്ട് വെള്ളം തിളപ്പിച്ചിട്ട് അത് വായിൽ കൊണ്ടാൽ മതി. പിന്നെ നമുക്ക് വ്രണങ്ങൾ, അലർജി, ഈ എന്തെങ്കിലുമൊക്കെ കടിക്കുമല്ലോ വിഷജന്തുക്കളൊക്കെ, അപ്പോൾ നമ്മൾ പുളിയാറില അരച്ചിട്ടാൽ മതി. അപ്പോൾ ഒരുപാട് ഗുണങ്ങളുള്ള ഈ പുളിയാറില നമ്മുടെ വീട്ടിലാരും നടാണ്ടൊന്നും ഇരിക്കരുത്, എല്ലാവരും പുളിയാറില വെച്ച് പിടിപ്പിക്കണം. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് വെച്ച് പിടിപ്പിക്കാനുള്ളൂ. പിന്നെ നമുക്ക് നിലം വരണ്ട നമുക്ക് പുളിയാറില പോലെ തോന്നോട്ടെ. അപ്പോൾ കുറേ പേര് തെറ്റിദ്ധരിക്കാറുണ്ട് നിലം വരണ്ട. അപ്പോൾ ഞാനിപ്പോൾ നിലം വരണ്ട ഒന്ന് കാണിച്ചത്. അപ്പോൾ നിലം വരണ്ടയും പുളിയാറിലയും തമ്മിൽ എല്ലാവർക്കും മാറിപ്പോകാറുണ്ട്. അപ്പോൾ ഇതാണ് നിലം വരണ്ട. കണ്ട, നിലം വരണ്ടയും പുളിയാറിലയുടെ ഇലയൊക്കെ ഒരേപോലെ തോന്നുമെങ്കിലും പുളിയാറില 2 ഇല കൂടിയതാണല്ലോ. കണ്ട, ഇതേപോലെയാണ് ഇരിക്കുക. പിന്നെ നിലത്ത് പറ്റി കിടന്ന് ഇതേപോലെ വളരണതാണ് നിലം വരണ്ട. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ നിലം വരണ്ട എന്നുള്ള പേരുള്ളത്. ഇതിന് നീല പൂക്കളൊക്കെ ആയിരിക്കുള്ളൂ. അപ്പോൾ നിലം വരണ്ട ഇതേപോലെയാണ് ഇരിക്കണത്. പുളിയാറില ഞാൻ നിങ്ങൾക്ക് ഇലകൾ കാണിച്ചു തന്നതാണല്ലോ. അപ്പോൾ ഇത് തമ്മിൽ ഉള്ള വ്യത്യാസം ഇതാണ്. അപ്പോൾ പുളിയാറില എല്ലാവരും വീട്ടിൽ വെച്ച് പിടിപ്പിക്കണം. നമുക്ക് ചെടിച്ചട്ടിയിലൊക്കെ നട്ടു വളർത്താൻ പറ്റിയതാണ്. ഇപ്പോൾ ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക.